ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു, ഇതൊരു പഴം കൊണ്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ളൊരു സ്നാക്സാണ്. 4 മണി പലഹാരം എന്നൊക്കെ പറയാം. നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ ഞാനൊരു 3 ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത 3 നേന്ത്രപ്പഴമാണ് വേണ്ടത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലോട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലോട്ട് ഡയറക്റ്റായിട്ട് 2 ടീസ്പൂൺ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതിലോട്ട് 3 പഴത്തിന് 2 മുട്ടയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. 1 ടീസ്പൂണോ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും പാലും നല്ലപോലെ മിക്സായ കൂട്ടിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാണിച്ചിരിക്കുന്ന അളവിൽ ബാറ്റർ തയ്യാറാക്കി നമുക്ക് ഇനി ഇത് വേവിക്കാൻ വെക്കുക. വേവിക്കാൻ വെക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അടുപ്പിന് മുകളിൽ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് പാൻ വെക്കേണ്ടത്. ഡയറക്റ്റ് ഫ്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. പാനിലോട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മിൽമയുടെ നെയ്യാണ്. അതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ പാത്രത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഓപ്ഷനിലാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. നമുക്കൊന്ന് ഒരു ഡെക്കറേഷന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ബാറ്ററിൻ്റെ അളവിനനുസരിച്ച് വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പഴമാണ്. അതിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് നോക്കി എടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് പൊക്കി നോക്കുമ്പോൾ അത് മനസ്സിലാവും. അത് ഡയറക്റ്റ് മറിച്ചിടരുത്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു മൂടി വെച്ചിട്ട് അത് നമുക്ക് മറിച്ചിടാം. വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് മറിച്ച് കിട്ടുമ്പോൾ ഇതുപോലെ വരും. അത് നമുക്ക് വീണ്ടും പാനിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗം വേവിച്ചെടുക്കാം. അതായത് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയാലും കുഴപ്പമില്ല, എന്നാലും അതിൻ്റെ ഭംഗി പോകുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. വീണ്ടും ഒരു 20 മിനിറ്റിന് ശേഷം താഴ്ഭാഗം വെന്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ മറിച്ചിട്ട് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 വശം ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ താഴെയുള്ള ആ നെയ്യിൽ കിടന്ന് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വറുത്തിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വെന്തിട്ടിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റാണ്. നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ ഒരു മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. തീർച്ചയായും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.